പാവങ്ങളുടെ ഊട്ടിയായ നെല്ലിയാമ്പതിയും കത്തിയെരിയുന്നു. ചൂട് കാരണം നെല്ലിയാമ്പതിയുടെ പച്ചപ്പ് നഷ്ടപ്പെട്ടു തുടങ്ങി. ചൂട് കൂടിയതോടെ ഇവിടേക്കുള്ള സഞ്ചാരികളുടെ വരവ് പേരിന് മാത്രമായി. മേഘങ്ങളാൽ വലയം ചെയ്യപ്പെട്ട കൊടുമുടികൾ കാവൽ നിൽക്കുന്ന മനോഹരയിടം. ഗംഭീരമായ 10 ഹെയർപിൻ വളവുകൾ കയറി ചെന്നാൽ കാണുന്നത് ദൈവത്തിന്റെ സ്വന്തം നാട്ടിലെ ഏറ്റവും മനോഹരമായ ദൃശ്യങ്ങളിലൊന്ന്. തേയിലയും കാപ്പിയും ഓറഞ്ചും വിളഞ്ഞു നിൽക്കുന്ന എസ്റ്റേറ്റുകളുടെ നടുവിലൂടെ തണുത്ത കാറ്റേറ്റൊരു യാത്ര. സഞ്ചാരപ്രിയരായ മലയാളികൾക്ക് നെല്ലിയാമ്പതിയെക്കുറിച്ചും ഇവിടുത്തെ കാലാവസ്ഥയെക്കുറിച്ചും അധികം പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. എന്നാൽ ഇപ്പോഴത്തെ സ്ഥിതി അതല്ല. തണുപ്പ് തേടി സഞ്ചാരികളെത്തുന്ന നെല്ലിയാമ്പതിയിലും ചൂട് കൂടുകയാണ്. 33 ഡിഗ്രി സെൽഷ്യസിലധികം ചൂടാണ് നെല്ലിയാമ്പതിയിൽ അനുഭവപ്പെടുന്നത്. വർഷങ്ങളായി നെല്ലിയാമ്പതി തോട്ടം മേഖലയിലും വനമേഖലയിലും കാലാവസ്ഥയിലുണ്ടായ വ്യതിയാനം മൂലം 4 ഡിഗ്രി സെൽഷ്യസ് ചൂടാണ് വർദ്ധിച്ചിട്ടുള്ളത്. നെല്ലിയാമ്പതി വനമേഖലയിലെ ഇലപൊഴിയും മരങ്ങൾ ഇലപൊഴിച്ചതോടെ മണ്ണും പാറക്കൂട്ടങ്ങളും ചൂട് പിടിച്ചതും താപനില ഉയരാൻ കാരണമായി. തോട്ടം മേഖലയിലുണ്ടായിരുന്ന കോടമഞ്ഞ് മാറിയതും തണുത്ത കാറ്റില്ലാതായതും കൃഷിയെയും ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. വനമേഖലയിൽ ഉൾപ്പെടെ അരുവികളും വെള്ളച്ചാലുകളും വറ്റിയതോടെ ആനയുൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ തോട്ടങ്ങളോട് ചേർന്നുള്ള ചെക്ക് ഡാമുകളിലും 100 അടി കാരപ്പാറ പുഴകളിലുമാണ് വെള്ളം കുടിക്കാനായി എത്തുന്നത്. നെല്ലിയാമ്പതിയിലും ഇത്തവണ ഇതുവരെ വേനൽ മഴ പെയ്തിട്ടില്ല. പാലക്കാടിന്റെ കാലാവസ്ഥയിൽ നിന്നും മാറി പകൽ സമയത്ത് പോലും കോടമഞ്ഞും തണുത്ത കാറ്റും ലഭിച്ചിരുന്ന നെല്ലിയാമ്പതിയിൽ ഇപ്പോൾ ഫാനില്ലാതെ മുറിക്കുള്ളിൽ കഴിയാൻ പറ്റാത്ത സ്ഥിതിയാണ്. ചൂട് കൂടിയതോടെ സഞ്ചാരികളുടെ വരവും കുറഞ്ഞു. പകൽ ചൂട് കൂടിയാലും രാത്രി തണുപ്പുണ്ടായിരുന്നതിനാലാണ് സഞ്ചാരികൾ കൂടുതലും നെല്ലിയാമ്പതിയിലെത്തിയിരുന്നത്. എന്നാൽ 3 വർഷമായി രാത്രി താപനിലയിലും വർധനവുണ്ടായിട്ടുണ്ട്. അത്യുഷ്ണമാണ് രാത്രിയിൽ ഇവിടെ അനുഭവപ്പെടുന്നത്. സഞ്ചാരികളുടെ കുറവ് നെല്ലിയാമ്പതിയിലെ റിസോർട്ടുകളുടെയും ഹോട്ടലുകളുടെയും വരുമാനത്തെ ബാധിച്ചു. UTV ന്യൂസ്, പാലക്കാട്.